നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം നടുക്കത്തിന് മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. എങ്കിലും അവർ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ആകയാൽ എന്റെ ദാസനായ യാക്കോബെ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്ത് നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്ത് നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ പറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് ഞാൻ നിന്നെ നോക്കുന്നില്ല. നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവർ എല്ലാവരും തിന്നുകളയപ്പെടും. നിന്റെ സകല വൈരികളും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും. നിന്നെ കൊള്ളയിടുന്നവർ കൊള്ളയായിത്തീരും. നിന്നെ കവർച്ച ചെയ്യുന്നവരൊക്കെയും ഞാൻ കവർച്ചക്കേൽപ്പിക്കും. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യാക്കോബിൻ കൂടാരങ്ങളെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അതിനെയും യഥാസ്ഥാനപ്പെടുത്തും. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ സ്വരവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയില്ല. അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. അവരുടെ സഭ എന്റെ മുമ്പാകെ നിലനിൽക്കും. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചൂഴ്ന്നടിക്കും. യഹോവയുടെ ഉഗ്രകോപം അവന്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല. ഭാവികാലത്ത് നിങ്ങളത് ഗ്രഹിക്കും. ദൈവ വെളിപ്പാടുകൾ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുവാൻ യിരെമ്യാവിന് അരുളപ്പാടുണ്ടായി. ദൈവം ഇസ്രായേലിനെയും യഹൂദയെയും
ശിക്ഷിക്കാനുള്ള കാരണവും അവരുടെ യഥാസ്ഥാനവും പാപി മഹാപീഡനത്തിനും ദൈവരാജ്യത്തിനും സദൃശ്യങ്ങൾ ആണെന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. 11-ാം വാക്യം, ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താൻ. 14-ാം വാക്യം, നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. പരിക്കുപറ്റിയവർ വേദനപ്പെടുന്നത് പോലെ മാനസാന്തരപ്പെട്ട് നിലവിളിക്കാനായിരുന്നു ദൈവം അവരെ പ്രവാസത്തിലാക്കിയതെന്നാണ് 12-15 വാക്യങ്ങൾ പറയുന്നത്. 12-ാം വാക്യം, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമുള്ളതുമാകുന്നു. 15-ാം വാക്യം, നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്ത്? ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും ഞാൻ ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മാനസാന്തരം കണ്ടിട്ട് ദൈവം പറയുന്നത് 17-ാം വാക്യം, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. തുറന്നു പറയുന്നത്, ഞാൻ യാക്കോബിന്റെ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കുകയും നഗരം കൽക്കുന്നിന്മേൽ പണിയപ്പെടുകയും അവർ വർദ്ധിക്കുകയും സന്തോഷമുണ്ടാകുകയും അവരുടെ മക്കൾ രാജാക്കളാകുകയും ചെയ്യുമെന്നാണ്. 5 മുതൽ 7 വരെ വാക്യങ്ങൾ പറയുന്നത് ഭാവിയിലെ പീഡാകാലത്തിന് ശേഷം ദാവീദ് പുത്രനായ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കും എന്നതിന്റെ നിഴലാണ്. അന്ന് യഹൂദന്മാർ ചിതറപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടുകയും അവരെ പീഡിപ്പിച്ചവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് യിരെമ്യാവ് എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ പ്രത്യാശ കൂടെ ദൈവം ഇസ്രായേലിന് നൽകുകയാണ്. നിങ്ങളെ പ്രവാസത്തിൽ നിന്ന് 70 വർഷം കഴിഞ്ഞ് വിടുവിക്കും. അന്ന് നിങ്ങൾ തുള്ളിച്ചാടും, സന്തോഷിക്കും. ഭാവിയിൽ ദൈവരാജ്യം ഉണ്ടാകുമ്പോഴും അങ്ങനെയായിരിക്കും, അതിൻ്റെ നിഴലാണ് എന്ന് പറഞ്ഞ് ദൈവം അവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയാണ്. തങ്ങളുടെ പാപം കൊണ്ടാണ് അവർ പ്രവാസത്തിനിടയായതെന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. ബാബേലിൽ വെച്ച് അവർ അനുദപിക്കണം, മാനസാന്തരപ്പെടണം. അതിനാൽ ദൈവം അവരെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, പാപിയുടെ പാപത്തിന് ദൈവം ശിക്ഷിക്കും. ദൈവമക്കൾ അവർ പാപം ചെയ്താലും അവര് സമയത്ത് യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ, മടങ്ങി വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാലശിക്ഷയുണ്ട്. ഇതാണ് ഈ അധ്യായം തരുന്ന സന്ദേശം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.